ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി ആണ്. വെൽക്കം ടു റേസ് ഏഗൻ. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് A+ നേടേണ്ടടാ. A+ അല്ല, ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടണം അല്ലേ? എന്നാൽ കഴിഞ്ഞ മോഡൽ എക്സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ചില ആളുകൾക്ക് കെമിസ്ട്രി എക്സാം ഇച്ചിരി ടഫ് ആയിരുന്നു, ചില ആളുകൾക്ക് കെമിസ്ട്രി എക്സാം ആവറേജ് ആയിരുന്നു, ചില ആളുകൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സാം വിചാരിച്ച പോലെ അങ്ങോട്ട് എഴുതാൻ പറ്റിയില്ല അല്ലേ? ഇനി പബ്ലിക് എക്സാമും അതേപോലെയാവണം നിങ്ങൾക്ക്? വേണ്ട. പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ടീച്ചർ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെച്ചോളൂ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം പബ്ലിക് എക്സാം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മോഡൽ എക്സാം വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പല ആളുകളും പറയാറുണ്ട് മോഡൽ എക്സാം ഈസി ആയി കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ടഫ് ആയിരിക്കും. അതുകൊണ്ട് ഇത്തവണ മോഡൽ എക്സാം ടഫ് ആയതുകൊണ്ട് പബ്ലിക് എക്സാം ഈസി ആവും, അങ്ങനെയൊന്നും ഇല്ലടാ. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു, എത്രത്തോളം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് എക്സാം എഴുതുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, എക്സാം ഈസി ആണോ ടഫ് ആണോ എന്ന് വരുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചേ, കൺസെപ്റ്റ് പഠിച്ചില്ല, എക്സാം ഹാളിൽ പോയി, നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. പകരം നേരെ മറിച്ച് കംപ്ലീറ്റ് കൺസെപ്റ്റ് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് എക്സാം ഹാളിൽ പോകുന്നതെങ്കിൽ വിത്ത് എ ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അതിൽ ഒരാളുടെ സഹായം വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചാലും ആ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കും. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ പഠിക്കണം അല്ലേ? ഇനി കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയല്ല വേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്റേഴ്സിലുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞുതരാം. ആ ടോപ്പിക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ടിക്ക് ചെയ്യാം, കവർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം ആ ടോപ്പിക് അപ്പം തന്നെ ഇരുന്ന് പഠിക്കുക, പിന്നത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. ഇനി നമ്മുടെ മുന്നിലുള്ളത് കെമിസ്ട്രി എക്സാം ആണ്. അത് നിങ്ങൾ നന്നായിട്ട് എഴുതണം. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കുറയരുത്. ഒരു കാര്യം ആലോചിക്കണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാൽ നമുക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ ആവശ്യമുള്ളൂ. 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ A+ ആണ്, അതായത് A+ ആണ്, ഫുൾ മാർക്കാണ്. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ക്രിസ്റ്റൽ ക്ലിയർ ആക്കി നമ്മൾ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ചാപ്റ്റേഴ്സിലും ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് അങ്ങോട്ട് പോവാം അല്ലേ? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഏതാണ്? ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ട മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. 101% ഉറപ്പാണ് പരീക്ഷക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ചോദിച്ചിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് പറഞ്ഞ മെസ്സേജ് ചോദിച്ചില്ല എന്നുള്ളത് എനിക്കെന്നല്ലടാ, എല്ലാവർക്കും ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കേ, ഒരു ചോദ്യം പോലും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ടൈപ്പ് ഓഫ് റിയാക്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 റിയാക്ഷൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം, അഡിഷൻ റിയാക്ഷൻ, പിന്നെ ഇതാണ് കമ്പസ്റ്റൻ, ഇതാണ് ജ്വലനം പഠിക്കാനുണ്ട്, തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം, പോളിമറൈസേഷൻ റിയാക്ഷൻ. ഈ 5 റിയാക്ഷൻ്റെയും ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന ട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിലുള്ള ഓരോ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ? ഓർഗാനിക് സംയുക്തങ്ങളിൽ ഈ 4 ആളുകളുടെയും പ്രിപ്പറേഷൻ പഠിച്ചു വെച്ചോളൂ മക്കളെ. ആരൊക്കെയാണ്? മെത്തനോൾ, എത്തനോൾ, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റർ. ഈ 4 ആളുകളുടെ പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ചിലപ്പോൾ ഒരു ബി ഓപ്ഷൻ ആയിട്ട് ചോദിക്കുന്നത് എന്തായിരിക്കും? ഈ ആളുടെ യൂസ് ആയിരിക്കും. ഏതെങ്കിലും 2 യൂസസ് എഴുതാൻ. സോ ഈ 4 ആളുകളുടെ പ്രിപ്പറേഷനും ഒരു 3 യൂസസും എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇത് രണ്ടും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ എഴുതാൻ പറ്റൂടാ. ഓക്കെ, ഇനി 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഹൈഡ്രോ കാർബൺസ്, അതായത് ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈനുകളുടെ ജനറൽ ഫോർമുലയും അതുപോലെ തന്നെ ഹോമോലോഗസ് സീരീസും പഠിച്ചു വെക്കുക കേട്ടോ. ഹൈഡ്രോ കാർബൺസിൽ പഠിക്കേണ്ടതാണ് ഹോമോലോഗസ് സീരീസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു വെക്കുക എൻ്റെ മക്കൾ. ഇനി നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്, നെയിമിംഗ്. ഒരു ബ്രാഞ്ച് ഹൈഡ്രോ കാർബൺ തന്നിട്ട് അതിന്റെ വേർഡ് റൂട്ട് ഏതാണ്, അതിന്റെ ബ്രാഞ്ച് ഏതാണ്, അതിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് മെയിൻ കാർബൺ ചെയിനിലുള്ളത്, അതേപോലെ തന്നെ IUPAC നെയിം എന്താണെന്നൊക്കെയാണ് ചോദിക്കാറ്. സോ സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാനും അല്ലെങ്കിൽ എങ്ങനെയും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പേര് തന്നിട്ട്
സ്ട്രക്ചർ വരയ്ക്കാനും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ നെയിമിംഗ് 100% ആയിട്ട് ചോദിക്കും. അത് ചിലപ്പോൾ ആൽക്കീൻ ആൽക്കീൻ ആൽക്കൈൻ ആവും, ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് ആവും, ചിലപ്പോൾ സൈക്ലിക് കോമ്പൗണ്ട്സും ആവാം. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചാൽ മാത്രമേ ഐസോമെറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസിന്റെ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റാം. അതായത് നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ തരും, ഒരു കോമ്പൗണ്ട് തരും, അതിന്റെ ഐസോമർ എഴുതാൻ പറയും. അതിന്റെ ഐസോമർ എഴുതിയിട്ട് ആ ഐസോമറിന്റെ പേര് IUPAC നെയിം എഴുതാൻ പറയും. അതായത് നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിമിങ്ങും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചേഴ്സ്, കാർബോക്സിലിക് ആസിഡ് ഏതാണ്, ഫോർ എൻ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. OH എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, ആൽക്കഹോൾ ആണ്. അപ്പോൾ ഓരോരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നും അതേപോലെ തന്നെ അതിന്റെ പേര് എങ്ങനെയാണ് എഴുതുക എന്നും അതേപോലെ തന്നെ ഐസോമേഴ്സ്, 3 ഐസോമേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. ചെയിൻ ഐസോമേഴ്സ് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഏതാണ് പൊസിഷൻ ഐസോമേഴ്സ്. ഈ 3 ഐസോമേഴ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അമോണിയയുടെയും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെയും പ്രിപ്പറേഷൻ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അമോണിയയുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്, ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഇമേജ് ഒക്കെ ഉണ്ട് പഠിക്കാൻ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡിലൂടെ എന്തുകൊണ്ട് നമ്മൾ അമോണിയം ഗ്യാസിനെ കടത്തിവിടുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ഏരിയ ആണ് പ്രിപ്പറേഷൻ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ ഇപ്പം തന്നെ മാർക്ക് ചെയ്യുക പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. പഠിച്ചിട്ടുണ്ടെങ്കിൽ ടിക്കിടുക, പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. ഇനി സൾഫ്യൂരിക് ആസിഡ് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഫ്ലോ ചാർട്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഒലിയത്തിന്റെ പ്രത്യേകത എന്താണ്, എന്തിനാണ് ഒലിയമാക്കി മാറ്റിയതിനു ശേഷം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് ചോദിക്കുന്നത് 2 ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്കൊരു റിയാക്ഷൻ തന്നിട്ട് ടെമ്പറേച്ചർ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പ്രഷർ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, റിയാക്ടന്റുകൾ അഭികാരങ്ങൾ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ രീതിയിലും ചോദിക്കാറുണ്ട്. ഈ 3 ടോപ്പിക്സ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഈ 2 ടോപ്പിക്കിൽ ഏത് വേണമെങ്കിലും ഈ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ചോദിക്കും. ഒന്നെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ അമോണിയയുടെ പ്രിപ്പറേഷൻ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യണേ, സൾഫ്യൂരിക് ആസിഡിന്റെ റിയാക്ഷൻസ് ഏതൊക്കെയാണ്, നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ റിയാക്ഷൻ വിത്ത് സോൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ വേറെ എന്താണ് പഠിക്കുന്നത്, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറും ഡ്രൈയിങ് നേച്ചറും. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ റിയാക്ഷൻസും സൾഫ്യൂരിക് ആസിഡിന്റെ റിയാക്ഷൻസും പ്രോപ്പർട്ടീസും നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ അമോണിയയുടെ കേസിൽ പറയുകയാണെങ്കിൽ ലിക്വിഡ് അമോണിയയും അതുപോലെ തന്നെ ലിക്കർ അമോണിയയും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം ഈ ചാപ്റ്ററിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ടേബിൾ ആക്കി മാറ്റിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തരുന്നത്. ആ ടേബിൾ മാത്രം പഠിച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ ഒരു 4-5 ടേബിൾ ഉണ്ട്. ആ 5 ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ഓസ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, അതുപോലെ തന്നെ റിഫൈനിങ്. ഈ 3 എണ്ണത്തിൽ നമുക്ക് എന്തുണ്ട്, 3 ടേബിൾസ് ഉണ്ട്. അതേപോലെ തന്നെ മെറ്റലർജിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, മിനറലും ഓറും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അല്ലേ. നമുക്കറിയാം all ore are minerals but all minerals are not ore. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, ജസ്റ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. ഓർ എന്താണ്, മിനറൽ എന്താണെന്ന് അറിയണം, മിനറലുകളുടെ ഓറുകൾ ഏതാണെന്നും അവരുടെ ഫോർമുലകൾ ഏതാണെന്നും അറിയണം കേട്ടോ. അതേപോലെ തന്നെ റിഫൈനിങ് ഓഫ് കോപ്പർ, അയേണിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷനും പഠിച്ചു വെക്കേണ്ട മക്കള്. കാരണം പരീക്ഷക്ക് ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് ചോദിക്കും, 1-2 ചോദിക്കും. കോപ്പർ, അലൂമിനിയം, അയേണിൽ ഏതെങ്കിലും 2 എണ്ണം പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും കേട്ടോ. ഇനി അടുത്തതാണ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. അതിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചോദിക്കും. 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഗാൽവനിക് സെല്ലർ നമുക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ ഇലക്ട്രോളിസിസിൽ വരുന്നതാണ് മോൾട്ടൺ NaClന്റെ ഇലക്ട്രോളിസിസ്, ഉരുക്കിയ NaClന്റെ ഇലക്ട്രോളിസിസ്. അതേപോലെ തന്നെ NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ്, എക്വ സൊല്യൂഷൻ ഓഫ് NaClന്റെ ലായനിയുടെ ഇലക്ട്രോളിസിസ് ചോദിക്കാറുണ്ട്. പിന്നെ ഏതാണ് നമ്മുടെ ഇലക്ട്രോ പ്ലേറ്റിംഗും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3 എണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലിക്വിഡ് NaCl, മോൾട്ടൺ NaClലും
NaCl സൊല്യൂഷനും അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ സെറ്റ് ആയിടാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഗ്യാസ് ലോസും പിന്നെ പ്രോബ്ലം സോൾവിംഗും ആണുള്ളത്. ഇനി ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒഴിവാക്കി കളയരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാം. ബ്ലോക്ക് പീരീഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ളത് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട്. പോസിറ്റീവ് അയോണുകളുടെ എന്ത് ചോദിക്കാറുണ്ട്, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ Fe2+, Fe3+. അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ എക്സാമ്പിൾസും നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SPDF ബ്ലോക്സ്. ഈ 4 ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് D ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, ഒരു ടെൻഷനും വേണ്ട. ഫുൾ കോൺഫിഡൻസ് വേണമെങ്കിൽ ഓവർ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോയാലും കുഴപ്പമില്ലടാ, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിരിക്കണം. ഇനി ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ടീച്ചർ എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും ചെയ്യാം. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യാം കേട്ടോ. സോ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ബൈ.